അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ബൈബിളിലും ഖുർആനിലൊക്കെ ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നുള്ളതിനുള്ള തെളിവുകൾ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾ ഈ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റുള്ള നബിമാരിൽ നിന്നും ഇതേ സന്ദേശം കാണാൻ കഴിയുന്നുണ്ട്. അധ്യായം 11 സൂറ ഹൂദിലെ 42-43 പറയുന്നത്: സോലിഹെ, ഇതിനു മുമ്പ് നീ ഞങ്ങൾക്കിടയിൽ അഭിലഷണീയനായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ വിലക്കുകയാണോ? ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ അവിശ്വസനീയമായ സംശയത്തിലാണ്. അപ്പോൾ സോലി നബി പറയുന്നുണ്ട്: എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുവാണെങ്കിൽ അള്ളാഹുവോട് ഞാൻ അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം അവൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരുണ്ട്? അപ്പോൾ കാര്യം ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ സോലി നബി പറയുന്നുണ്ട്, എൻ്റെ സൃഷ്ടാവിനുള്ള രഹസ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അതിനെ ഞാൻ ആശ്രയിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് പിന്തിരിയുക, അല്ലെങ്കിൽ അതിനെ എതിർക്കുക? കാരണം ഞാൻ അങ്ങനെ എതിർക്കുകയാണെങ്കിൽ എനിക്ക് നൽകുന്ന ശിക്ഷയിൽ നിന്ന് പിന്നെ എന്നെ രക്ഷിക്കാൻ ആരാ ഉണ്ടാവുകയെന്ന്. അപ്പൊ യഥാർത്ഥ സൃഷ്ടാവിനെ അംശത്തെ ആശ്രയിക്കുന്നുണ്ടെന്നും അതിനെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളതിനെ നിരസിക്കാൻ പാടില്ല എന്നും, നമുക്ക് ശിക്ഷ വന്നു കഴിഞ്ഞാൽ അതിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും മറ്റൊരാൾ ഉണ്ടാവില്ല എന്നൊക്കെ സോലൈഹ് നബിയും മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. ഇതേ കാര്യം തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും.